ഓൾ വെൽക്കം ടു ലോജിസ്റ്റിക്സ്. നമ്മളിന്ന് കമ്മ്യൂണിക്കേഷൻ്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ട് കാണാം. ബിക്കോസ് നമ്മൾ കണ്ടിന്യൂറ്റിയിലാണ് ടോപ്പിക്സ് നോക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു പോർഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ എടുത്തതിൽ മേ ബി ലോങ്ങസ്റ്റ് ടോപ്പിക് ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ. അഡ്മിനിസ്ട്രേഷൻ്റെ അടിയിൽ നേരത്തെ ഞാൻ പറഞ്ഞു ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. കാരണം സെയിം ടോപ്പിക്സ് മാനേജ്മെൻറ്റിൻ്റെ അടിയിലും വളരെ കോറായിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഫോർമലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽസ് അഥവാ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് ആണ് നോക്കിയത്. ഈ ലെക്ചറിൽ നമ്മൾ നോക്കുന്നത് ഇൻഫോർമലായിട്ടുള്ള നെറ്റ്വർക്ക്സ് ആണ്. ഓക്കെ, ഇൻഫോർമൽ നെറ്റ്വർക്കിലെ നമ്മൾ ഗ്രേപ്പ് വൈൻ എന്നാണ് വിളിക്കുന്നത്. ഗ്രേപ്പ് വൈൻ എന്താണ്? മുന്തിരിവള്ളി. ഓക്കെ, മുന്തിരിയുടെ വള്ളി എങ്ങനെയാണ് കയറി പോകുന്നത്, എങ്ങോട്ടാണ് കയറി പോകുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ. സെയിം വേയിലാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും സംഭവിക്കുന്നത്. ആരോട് എന്ത് എപ്പോൾ എങ്ങനെയാണ് പറയുന്നതെന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അതിനെ ഗ്രേപ്പ് വൈൻ എന്നാണ് വിളിക്കുന്നത്. ഈ വേർഡ് ലൈക്ക് ഭയങ്കര ചാൻസ് ഉള്ളൊരു വേർഡാണ് എക്സാമിന് പേപ്പറിൽ വരാൻ വേണ്ടിയിട്ട്. സോ ഗ്രേപ്പ് വൈൻ എന്നുള്ള വാക്ക് മറക്കരുത്. ഇറ്റ് ഈസ് ആൻ അൺഒഫീഷ്യൽ ഇൻഫോർമൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് നോ സ്പെസിഫിക് ഡയറക്ഷൻ. നമ്മൾ ഇതുവരെ പഠിച്ച ചാനൽസിനൊക്കെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു. ഗ്രേപ്പ് വൈൻ മോഡൽ വരുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഡയറക്ഷൻ ഇല്ല. ദെൻ വൈ ഡസ് ഇറ്റ് എക്സിസ്റ്റ്? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഗ്രേപ്പ് വൈൻ അല്ലെങ്കിൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ചാനൽ നിലകൊള്ളുന്നതെന്നാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ബേസിക് ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു സ്വഭാവമാണ് അവൻ സോഷ്യലൈസ് ചെയ്യുക എന്നുള്ളത്, മറ്റുള്ളവരോട് മിണ്ടുക, സംസാരിക്കുക, ഇടപെടുക. സോ ആ ഒരു ബേസിക് ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഓക്കെ, പൊതുവേ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ അഥവാ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ നമ്മൾ കാഷ്വലായിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള കോൺവെർസേഷനുകളും ഗോസിപ്പുകളും ഒക്കെയാണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. കാഷ്വലായിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള കോൺവെർസേഷനും അതേപോലെ തന്നെ ഗോസിപ്പുകളും. സംടൈംസ് ഇറ്റ് സെർവ്സ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ഇൻ ഫോർമൽ ചാനൽസ്. ഫോർമൽ ചാനൽസ് നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ സ്ട്രക്ചർ വളരെയധികം ഫിക്സ്ഡ് ആയിരിക്കും. മുകളിലോട്ട് മാത്രം അല്ലെങ്കിൽ താഴോട്ടേക്ക് മാത്രം. ഇപ്പം ആ ഒരു ഹൈറാക്കിയെ നമുക്ക് സ്കിപ്പ് ചെയ്ത് വേറൊരാളോട് സംസാരിക്കണം എന്നൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. സോ അങ്ങനത്തെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ യൂസ്ഫുള്ളാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിൽ നിങ്ങളുടെ സീനിയർ നിങ്ങളോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നിങ്ങൾ രണ്ടുപേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നിങ്ങൾക്ക് അത് ശരിക്കും മനസ്സിലായില്ല എന്നാണെങ്കിൽ മേ ബി നിങ്ങൾ വേറൊരാളോട് ചോദിക്കും ഇതെന്താ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ മെയിലിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. അതവിടെ ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ് സംഭവിക്കുന്നത്. നിങ്ങളൊരു ഫ്രണ്ടിൻ്റെ അടുത്തായിരിക്കും ഡൗട്ട് ചോദിക്കുന്നത്. അത് ഇൻഫോർമലാണ്. അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഗ്യാപ്പുകൾ, ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ വന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും നമുക്ക് ഗ്രേപ്പ് വൈൻ അഥവാ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ ക്വിക്ക് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. വളരെ വേഗത്തിലല്ലേ. ഫോർ എക്സാമ്പിൾ ഗോസിപ്പുകളാണെങ്കിലും നമ്മൾ പറയത്തില്ലേ ന്യൂസ് എന്നൊക്കെ ആൾക്കാർ പറയുന്ന സാധനങ്ങൾ വളരെ വേഗത്തിലല്ലേ സ്പ്രെഡ് ചെയ്യുന്നത്. സോ അതിൽ നിന്ന് വരുന്ന വേറൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ലെസ് ക്രെഡിബിൾ. വിശ്വാസയോഗ്യത അതിന് കുറവായിരിക്കും. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ചാനലിൽ ഫ്ലോ ചെയ്യുന്ന ഇൻഫർമേഷൻ മോർ ക്രെഡിബിൾ ആയിരിക്കും. ക്രെഡിബിൾ എന്ന് വെച്ചാൽ വിശ്വാസയോഗ്യം. അതേസമയത്ത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ അത് ഫ്ലോ ചെയ്യുമ്പോൾ ലെസ് ക്രെഡിബിൾ ആയിരിക്കും. ഓക്കെ, സിംഗിൾ സ്റ്റാൻഡ് അതൊരു ടൈപ്പാണ്. ഓക്കെ, നമുക്കൊരു ഓൾമോസ്റ്റ് 4 ടൈപ്സ് ഓഫ് ഗ്രേപ്പ് വൈൻസ് ഉണ്ട്. അതിൽ സിംഗിൾ സ്റ്റാൻഡ് നെറ്റ്വർക്ക് ആണെങ്കിൽ ഒരാൾ വേറൊരാളോട് പറഞ്ഞു, അയാൾ പിന്നൊരാളോട് പറഞ്ഞു, പിന്നൊരാളോട് പറഞ്ഞു, അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതിനെയാണ് നമ്മൾ സിംഗിൾ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഗോസിപ്പ് മോഡൽ വരുമ്പോഴത്തേക്കും ഒരു വ്യക്തി ഒരുപാട് പേരോട് പറയുന്നതാണ്. ഇവിടെ എ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് പേരോടാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് പ്രോബബിലിറ്റി ചെയിൻ ആണ്. ഒരാൾ ഒരാളോട് പറഞ്ഞു, അയാൾ വേറെ ആരോടൊക്കെയോ പറയുന്നുണ്ട്, ആരൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ചെയിൻ എന്ന് വിളിക്കുന്നത്. ഗോസിപ്പ് ചെയിനിൽ എന്താണ്? ഒരാൾ ഒരുപാട് പേരോട് പറയുന്നതാണ്. സിംഗിൾ സ്റ്റാൻഡിൽ ഒരാൾ, അടുത്ത ആൾ, പിന്നെ ആൾ, വേറൊരാൾ, അങ്ങനെ പോകും. പ്രോബബിലിറ്റി ചെയിനിൽ ഒരാൾ വേറൊരാളോട് പറഞ്ഞു, അയാൾ ചിലപ്പോൾ 2 പേരോട് പറയും, 4 പേരോട് പറയും. അതിലൊരാൾ ചിലപ്പോൾ വേറൊരാളോട് പറഞ്ഞെന്നിരിക്കും, വേറൊരാൾ 4 പേരോട് പറഞ്ഞെന്നിരിക്കും. സോ പ്രത്യേകിച്ചൊരു പാറ്റേൺ ഇല്ലാത്ത ഒരു ചെയിനാണ് പ്രോബബിലിറ്റി ചെയിൻ. ഈച്ച് റാൻഡംലി ടെൽസ് അതേഴ്സ്. പിന്നെ വരുന്നതാണ് ക്ലസ്റ്റർ നെറ്റ്വർക്ക്. ക്ലസ്റ്റർ നെറ്റ്വർക്കും ഏകദേശം ഇതുപോലെ തന്നെയാണ്. എ സി ഡി എഫിനോട് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് എഫ് എന്താണ്? ബിയോടും ഐയോടും പറഞ്ഞു, ബി ജെയോട് പറഞ്ഞു. സം ടെൽ സെലക്റ്റഡ് അതേഴ്സ്. മോസ്റ്റ് ടിപ്പിക്കലായിട്ടുള്ള
നമ്മളുടെ ഒരു നോർമൽ കമ്മ്യൂണിക്കേഷൻ ഇതിൽ നമ്മൾ കാണുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലസ്റ്റർ നെറ്റ്വർക്കാണ്. ഒരാൾ ഒരു കൂട്ടം പേരോട് പറയുന്നു, ആ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വേറൊരു കൂട്ടം പേരോട് പറയുന്നു, അവർ പിന്നെ പറയുന്നു. പ്രോബബിലിറ്റിയും ക്ലസ്റ്റർ ചെയിനും കൈൻഡ് ഓഫ് സിമിലർ ആണ്, സെയിം അല്ലെങ്കിൽ കൂടി. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിലോട്ട് പോകാം. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പഠിക്കും, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പഠിക്കും, പിന്നെ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനും പഠിക്കും. ഓക്കെ, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ അടിയിൽ 2 തരത്തിൽ നമുക്ക് പ്രൈമറിലി അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കണ്ടോ പറഞ്ഞോ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷനാണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പൊതുവെ ആംഗ്യങ്ങൾ കൊണ്ട് പറയുന്നതാണ്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകാം, നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തത കിട്ടും. വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷനും ഓറൽ കമ്മ്യൂണിക്കേഷനും. ഇതിൻ്റെ രണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. പിന്നെ വിഷ്വൽ കമ്മ്യൂണിക്കേഷനും വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ അടിയിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, സൈൻ ബോർഡ്സ് ആണ്. ഇപ്പം ഈ സൈൻ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഇവിടെ റെഡ് കണ്ടു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യണം അല്ലേ? അതേപോലെ തന്നെ ഗ്രീൻ കണ്ടു കഴിഞ്ഞാൽ പോവാം. ഇതൊക്കെ എന്താണ്? വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. ആദ്യത്തെ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. ഞാൻ നിങ്ങൾക്ക് പറ്റുന്നത്ര ഈസി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ നമുക്ക് കുറച്ച് ഇൻട്രാക്റ്റീവ് വേയിൽ കുറച്ച് പിക്ചേഴ്സൊക്കെ യൂസ് ചെയ്ത് കഴിവതും ഒരു ലെക്ചർ കൊണ്ട് തന്നെ എല്ലാം ഓർത്തിരിക്കുന്ന രീതിയിൽ നമുക്കിത് കവർ ചെയ്ത് പോവാം. വെർബൽ കമ്മ്യൂണിക്കേഷൻ വാക്കുകൾ കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വെർബൽ കമ്മ്യൂണിക്കേഷൻ വാക്കുകൾ കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. അത് നിങ്ങൾക്ക് എഴുതിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, സംസാരിച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ലെക്ചറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു വെർബൽ കമ്മ്യൂണിക്കേഷൻ 2 ടൈപ്പിലുണ്ട്. ഒന്ന് റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്, അതായത് എഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒന്ന് ഓറൽ കമ്മ്യൂണിക്കേഷനാണ്. ഓറൽ കമ്മ്യൂണിക്കേഷൻ വേർഡ് ഓഫ് മൗത്ത്, നമ്മൾ സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. സോ വെർബൽ കമ്മ്യൂണിക്കേഷൻ 2 ടൈപ്പ് ഉണ്ട്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? വേർഡ്സിൽ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നേരിട്ട് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് കോൾസിൽ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, TV വഴി നിങ്ങൾ കാണുന്നത് ഒരു തരം കമ്മ്യൂണിക്കേഷനാണ്, ലെറ്റേഴ്സ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട 2 വാക്കുകളുണ്ട്. ലെക്സീംസ്. ലെക്സീംസ് എന്താണെന്ന് ചോദിച്ചാൽ ലാംഗ്വേജ് സിമ്പിൾസ് ആണ്. ഒരു ലാംഗ്വേജിനുള്ളിലെ വാക്ക് അല്ലെങ്കിൽ ലെറ്റേഴ്സ് അതിന് ഇൻഡിപെൻഡൻ്റ്ലി പ്രത്യേകിച്ച് ഒരു അർത്ഥം കാണില്ല, പക്ഷെങ്കിൽ അതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ അതിനൊരു അർത്ഥം കിട്ടും. ഓക്കെ, അതാണ് നമ്മൾ ലെക്സീംസ് എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റേഴ്സും ലാംഗ്വേജിലെ സിമ്പിൾസും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ലെക്സീംസ്. സിമാൻറ്റിക്സ് എന്ന് പറയുന്നത് വാക്കുകളുടെ അർത്ഥം ആണ്. ഓരോ വാക്കുകൾക്ക് ഓരോ അർത്ഥം കാണും, ഒരേ വാക്കുകൾക്ക് പല അർത്ഥവും കാണും. അത് നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ ഒരു ബാരിയറായിട്ട് പിന്നീട് വരുന്നുണ്ട്. സിമാൻറ്റിക് ബാരിയർ എന്ന് പറയും, നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ സിമാൻറ്റിക്സ് എന്താണ്? മീനിങ്, വാക്കുകൾ അതിൻ്റെ അർത്ഥങ്ങളെ പറ്റിയുള്ള സ്റ്റഡിയാണ് സിമാൻറ്റിക്സ് എന്ന് പറയുന്നത്. സോ ലെക്സീംസ് എന്താ? ലാംഗ്വേജ് സിമ്പിൾസ്. സിമാൻറ്റിക്സ് വാക്കുകളുടെ മീനിങ് ആണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ 2 ടൈപ്പ് ഉണ്ട്, റിട്ടൺ കമ്മ്യൂണിക്കേഷനും ഓറൽ കമ്മ്യൂണിക്കേഷനും. നമുക്ക് റിട്ടൺ കമ്മ്യൂണിക്കേഷനെയും ഓറൽ കമ്മ്യൂണിക്കേഷനെയും പറ്റി കുറച്ചൊരു ധാരണ വേണം. ഓറൽ കമ്മ്യൂണിക്കേഷൻ ആസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്, മെസ്സേജ് കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ ദ വേർഡ് ഓഫ് മൗത്ത്. നമ്മൾ സംസാരിച്ച ഒരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ സംസാരിക്കാം. നിങ്ങളിത് കാണാതെ പഠിക്കുന്നതിലുപരി നിങ്ങളിത് എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത് നിങ്ങളുടെ റിയൽ വേൾഡ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നും കണക്ട് ചെയ്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാം. കമ്മ്യൂണിക്കേഷനിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. എക്സാം കഴിഞ്ഞ് നിങ്ങളിവിടെ ഒന്ന് പറയണം. ഓറൽ കമ്മ്യൂണിക്കേഷൻ വേർഡ് ഓഫ് മൗത്ത്, ഇറ്റ് കെൻ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്താ? നിങ്ങൾ നേരിട്ട് ആ വ്യക്തിയോട് പറയുന്നത്. ഇൻഡയറക്റ്റ് ആണെങ്കിൽ എന്താ? ത്രൂ ഫോൺ നിങ്ങൾക്ക് പറയാം, അത് ഇൻഡയറക്റ്റ് ആയി അവിടെ. ഓക്കെ, ബെനിഫിറ്റ്സിലോട്ട് വരാം. പൊതുവെ അണ്ടർസ്റ്റാൻഡിങ് ഹൈ ആയിരിക്കും. നേരിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഡൗട്ടുകളും കാര്യങ്ങളും അന്നേരം തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാനും മാത്രമല്ല, ആ വ്യക്തി സംസാരിക്കുമ്പോൾ അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാളുടെ ബാക്കി ജെസ്റ്റേഴ്സ്, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു ബെറ്റർ ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ബെനിഫിറ്റ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻസി കൂടുതലാണ്. ആ വ്യക്തി നമ്മുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പം അയാൾ സംസാരിക്കുന്ന വാക്കുകൾക്കുപരിയായിട്ട് അയാളുടെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളും ഒക്കെ നിന്ന് നമുക്ക് കുറച്ചും കൂടി ക്ലൂസ് എടുക്കാൻ പറ്റും. കുറച്ചും കൂടി ആ കാര്യത്തെ അല്ലെ ആ വ്യക്തി പറയുന്നതിനെയും ആ വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് കുറച്ചും കൂടി ട്രാൻസ്പെറൻസി ഉണ്ട്. ഫീഡ്ബാക്ക് ക്വിക്കാണ്. നിങ്ങൾക്കൊരു മെയിൽ അയച്ച് മെയിലിൻ്റെ റിപ്ലൈ വരുന്നതിലും എത്രയോ ക്വിക്കാണ് നിങ്ങളൊരു വ്യക്തി മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഫീഡ്ബാക്ക്. നിങ്ങൾ സംസാരിക്കുന്നു, അതിൻ്റെ മറുപടി കിട്ടുന്നു. സോ ഫീഡ്ബാക്ക് ഓറൽ കമ്മ്യൂണിക്കേഷനിൽ വളരെ ക്വിക്കാണ്. ബെസ്റ്റ് ഫോർ ഇല്ലിറ്ററേറ്റ് പീപ്പിൾ.
എഴുത്തും വായനയും അറിയാത്ത വ്യക്തികൾക്ക് ഏറ്റവും നല്ല എന്താണ് ഓറൽ കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങൾക്ക് സംസാരിക്കാൻ ഏറ്റവും നല്ല മെത്തേഡ് ഓറൽ കമ്മ്യൂണിക്കേഷനാണ്. ദിസ് ഈസ് എസെൻഷ്യൽ ഫോർ ടീം വർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ആൾക്കാർ തമ്മിൽ ഓറലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തല്ലേ കോർഡിനേറ്റ് ചെയ്യുക. നിങ്ങൾ ഒരുപാട് പേരും 6th സെമസ്റ്ററിലൊക്കെ പ്രോജക്ട്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓറൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് തമ്മിൽ ഡിസ്കസ് ചെയ്യാനും കാര്യങ്ങൾ പറയാനും എല്ലാം ടീം വർക്കിന് നല്ലത്. സോ അതാണ് എസെൻഷ്യൽ ഫോർ ടീം വർക്ക്. അടുത്തത് വരുന്നത് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജിൽ വരുമ്പോഴത്തേക്കിനും ഇത് ലെസ് ഒത്തൻറ്റിക് ആണ്. ലെസ് ഒത്തൻറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വിശ്വാസയോഗ്യമല്ല. നമ്മൾ നേരത്തെയും പറഞ്ഞു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ കുറേയേറെ വിശ്വാസയോഗ്യമാണ്. നമ്മളിനിയും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ വരുമ്പോഴത്തേക്കിനും വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതിൽ തന്നെ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇൻഫോർമൽ അല്ലേ, നമ്മൾ സംസാരിക്കുന്നതൊക്കെ ആകുമ്പോഴത്തേക്കിനും അത് ലെസ് ഒത്തൻറ്റിക് ആണ്. അതേ സ്ഥാനത്ത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴത്തേക്കിനും അത് കുറേ കൂടി ഒത്തൻറ്റിക് ആണ്, കാരണം അതിന് പ്രൂഫുകളുണ്ട്. ഓക്കെ, ഓറൽ കമ്മ്യൂണിക്കേഷൻ അതുകൊണ്ട് തന്നെ ലെസ് ഒത്തൻറ്റിക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻസഫിഷ്യൻറ്റ് ഫോർ ഫോർമൽ സെറ്റിങ്സ്, ഫോർമലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഓറൽ കമ്മ്യൂണിക്കേഷൻ ഇൻസഫിഷ്യൻ്റ് ആണ്. അതായത് റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ് പലപ്പോഴും ആവശ്യം. ഇപ്പോൾ ഒരു കമ്പനി അതിൻ്റെ വിഷൻ സ്റ്റേറ്റ്മെൻ്റ് അല്ലെ അതിൻ്റെ ഗോൾസ് കാര്യങ്ങൾ അത് പറഞ്ഞു വെച്ചാൽ മതിയോ? പോരല്ലോ, അതവിടെ വ്യക്തമായിട്ട് എഴുതി സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കണം. ഇപ്പം നിയമങ്ങൾ എഴുതി സ്ഥാപിച്ചിട്ടുള്ള നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. എന്തുകൊണ്ടാണത്? ഓറൽ ആണെന്നുണ്ടെങ്കിൽ അത് ഇൻസഫിഷ്യൻ്റ് ആയിരിക്കും, ലെസ് ഒത്തൻറ്റിക് ആയി പോവും. അതേപോലെ തന്നെ അതിൽ ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് വരും. സോ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഒത്തൻറ്റിസിറ്റി കൂട്ടാനും റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ ലീഗൽ ബാക്കിംഗ് കുറവാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. നിങ്ങളിപ്പം ഒരാൾ പറഞ്ഞു എന്ന പേരിൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത്? ഇപ്പോൾ വേറൊരാൾ എഴുതി തന്നിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് ലീഗൽ ബാക്കിംഗ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു സ്ഥലക്കച്ചവടം നടത്തുമ്പോഴാണെങ്കിലും അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് എഴുതിപ്പിക്കില്ലേ? അതേപോലെ തന്നെ അത് പറഞ്ഞു വെക്കുന്നതിലും നല്ലത് എഴുതിപ്പിക്കുന്നതല്ലേ. സോ അതാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. റിട്ടൺ കമ്മ്യൂണിക്കേഷനിലേക്ക് തന്നെ നമ്മൾ വരുന്നത്. റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എന്താണ് റിട്ടൺ എക്സ്ചേഞ്ചസ് ആണ് നടത്തുന്നത്. എഴുതിയുള്ള കൈമാറ്റങ്ങൾ അത് ഏത് രീതിയിലും ആവാം. മെമ്മോസ് ആവാം, ഒഫീഷ്യൽ സെറ്റിങ്ങിൽ മെമ്മോസ്, ലെറ്റേഴ്സ്, ഇമെയിൽസ് ഒക്കെ നമുക്ക് ഒഫീഷ്യൽ സെറ്റിങ്ങിൽ യൂസ് ചെയ്യാം. ഇൻഫോർമൽ സെറ്റിങ്ങിലാകുമ്പോൾ പൊതുവെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ചാറ്റ്സ് ആണ്. ഇതെല്ലാം എഴുതി ഏത് രീതിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും അത് റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. എന്താണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇറ്റ് ഈസ് എ പെർമനൻറ്റ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് എന്നേക്കുമായിട്ട് അവിടെ ഉണ്ടായിരിക്കും. പൊതുവെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വെർബൽ കമ്മ്യൂണിക്കേഷനെക്കാട്ടി പ്രിസൈസ് ആയിരിക്കും. വളരെ നീട്ടിയായിരിക്കും പലരും സംസാരിക്കുക, പക്ഷേ എഴുതുന്ന സമയത്ത് അത് പലപ്പോഴും ചുരുക്കിയായിരിക്കും എഴുതുമ്പം അത്രയും എലാബറേഷൻ ഉണ്ടാവില്ല. എലാബറേഷൻ എന്ന് വെച്ചാൽ വലിച്ചു നീട്ടൽ. പിന്നീട് ലീഗൽ ബാക്കിംഗ് ആണ്. ലീഗൽ ബാക്കിംഗ് അതിന് നിയമസാധുതയുണ്ട്. പിന്നെ ഡിസഡ്വാൻറ്റേജസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ടൈം കൺസ്യൂമിംഗ് ആണ്. ഒരു കാര്യം നമ്മൾ പറയുന്നതിലും ബുദ്ധിമുട്ടാണ് നമുക്ക് അത് മൊത്തം എഴുതി ഡ്രാഫ്റ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. ഇറ്റ്സ് കോസ്റ്റ്ലി കമ്പയർ ടു ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഓറൽ കമ്മ്യൂണിക്കേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇറ്റ് ഈസ് കോസ്റ്റ്ലിയർ. സ്റ്റേഷനറിയും മറ്റ് കാര്യങ്ങളും അതിനാവശ്യമാണ്. ഫീഡ്ബാക്ക് ടേക്സ് ടൈം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു മെയിൽ എഴുതിയിട്ട് നിങ്ങൾ അതിൻ്റെ റിപ്ലൈക്ക് കാത്തിരിക്കുന്നതും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളുടെ സംസാരിച്ച് അയാളുടെ റിപ്ലൈ കിട്ടുന്നതും എത്രത്തോളം അതിൽ സമയം നമ്മൾ ലാഭിക്കും ഓറലിയാണ് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലേ. നമുക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലോട്ട് വരാം. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ പൊതുവേ നമ്മുടെ ജെസ്റ്റേഴ്സാണ്. ജെസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗ്യങ്ങൾ എന്നാണ് അർത്ഥം. നമ്മൾ കൈയും കാലും ഒക്കെ കൊണ്ട് തലയൊക്കെ കൊണ്ട് കാണിക്കുന്ന എല്ലാം ആംഗ്യങ്ങളാണ്. മറ്റ് സിമിലർ ടു ബോഡി ലാംഗ്വേജ് നമ്മുടെ ബോഡിയുടെ ഒരു വേ ഓഫ് നമ്മൾ ബോഡി എങ്ങനെ ക്യാരി ചെയ്യുന്നു, ബിഹേവ് ചെയ്യുന്നു നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, അതൊക്കെയാണ് ബോഡി ലാംഗ്വേജിൽ വരുന്നത്. ഐ കോണ്ടാക്റ്റ് ഞാൻ പ്രത്യേകം പറയണല്ലോ, അവൻ ഐ കോണ്ടാക്റ്റ് തന്നില്ല എന്നൊക്കെ പറയില്ലേ. സോ ദാറ്റ് ഈസ് ഐ കോണ്ടാക്റ്റ്. പോസ്ചർ, നമ്മൾ ഏത് രീതിയിൽ ഇരിക്കുന്നു എന്നുള്ളത്. ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളാണ് ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ വരുന്നത്. പൊതുവെ വേർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒപ്പം തന്നെ പോകുന്നതാണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനും. നമ്മളൊരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ്, മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 4 ഇമേജസ് നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവിടെ പ്രത്യേകിച്ച് നിങ്ങളോട് വെർബലായിട്ടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾക്കറിയാം ദ ഫസ്റ്റ് ബോയ് ഈസ് ആംഗ്രി, ആദ്യത്തെ കുട്ടി ദേഷ്യപ്പെട്ടാണ് നിൽക്കുന്നത്. സെക്കൻഡ് ബോയ് ഈസ് സാഡ്, അവൻ കരയാണ്. ദ തേർഡ് ബോയ് ഈസ് ലാഫിങ് ഔട്ട് ലൗഡ്, അവൻ ഉറക്കെ ചിരിക്കുകയാണ്, എന്തോ അവൻ വലിയ ഹാപ്പിയാണ്. ദ തേർഡ് പേഴ്സൺ ഈസ് കൈൻഡ് ഓഫ് ബാഫിൾഡ്, അയാൾ എന്താ നടക്കുന്നതെന്ന് അറിയാതെ ഒരു ക്ലൂലെസ് ആയിട്ടുള്ള കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ നിൽക്കുകയാണ്.
ഇതൊന്നും നമ്മൾ റിട്ടേൺ ആയിട്ട് എഴുതി തന്നിട്ടില്ല, ആരും നമ്മളോടൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ബട്ട് നിങ്ങൾ ഈ 4 ഇമേജസിലെ അവരുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചു അല്ലേ? ദിസ് ഈസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി ജെസ്റ്റേഴ്സ് പറഞ്ഞു, നമ്മളുടെ മൂവ്മെൻറ്റ്സ്, കൈകൾ കൊണ്ട് കാണിക്കുന്ന സിഗ്നൽ. നിങ്ങളിപ്പോൾ കൈ കൊണ്ട് നിങ്ങൾക്ക് 2 കാണിക്കാൻ പറ്റും, 3 കാണിക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങളുടെ ജെസ്റ്റേഴ്സാണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്, ജെസ്റ്റേഴ്സാണ്. ഇവിടെ നോക്കിക്കേ, ഈ ജെസ്റ്റർ എന്താണ്? ഇത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ജെസ്റ്റർ അല്ലേ? നിങ്ങൾക്ക് കണ്ടറിയാവുന്ന ജെസ്റ്റേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സോ മൂവ്മെൻറ്റ്സും സിഗ്നലിങ്ങും ലൈക്ക് പോയിൻറ്റിങ് ഫിംഗർ, കൈ ചൂണ്ടുക, നമ്പേഴ്സ് കൈ കൊണ്ട് കാണിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ജെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പാരാലിംഗ്വിസ്റ്റിക്സ് അല്ലെ വോക്കൽസ് എന്ന് പറയുന്നത് നമ്മുടെ സംസാരത്തിൻ്റെ ടോണ്, പിച്ച്, ലൗഡ്നെസ് പോലെയുള്ള ഫീച്ചേഴ്സിനെയാണ് പാരാലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ മോനെ അല്ലെ മോളെ എന്ന് വിളിക്കുന്നതിൻ്റെ ടോണുകൾ പലപ്പോഴും പലതായിരിക്കും. അതിൽ നിന്ന് തന്നെ നമുക്ക് പലപ്പോഴും കുറേ കാര്യങ്ങൾ മനസ്സിലാവില്ല. അമ്മ സ്നേഹത്തോടെ വിളിക്കുന്നതാണോ, ദേഷ്യത്തിൽ വിളിക്കുന്നതാണോ, അടിതരാൻ വിളിക്കുന്നതാണോ എന്നൊക്കെ. സോ അതാണ് പാരാലിംഗ്വിസ്റ്റിക്സും വോക്കൽസും. നമ്മൾ സംസാരിക്കുന്ന ടോണ്, പിച്ച്, ലൗഡ്നെസ് പോലെയുള്ള നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ ആ ഒരു സംസാരത്തിൻ്റെ ഫീച്ചേഴ്സാണ്. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അടുത്തത് കൈനസ്റ്റിക്സ് ആണ്. അതിൽ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ പോസ്ചറുകളാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോയിരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ പോസ്ചർ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് പോലെയുള്ള കാര്യങ്ങൾ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ആ ഇൻ്റർവ്യൂവർക്ക്. നിങ്ങളവിടെ ചെന്ന് വളരെ പ്രോപ്പറായിട്ട്, വളരെ ഒഫീഷ്യലായിട്ടേ ഇരിക്കുകയുള്ളൂ. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ നിൽക്കുന്ന ആളും വായിച്ചെടുക്കും. അതുപോലെ പ്രോക്സിമിറ്റി എന്നുള്ള വേർഡിന് വളരെ സിമിലറാണ്. പ്രോക്സിമിറ്റി എന്താണ്? അടുത്ത് ഉണ്ടാവുക, അടുപ്പം എന്നുള്ളതാണ്, ഫിസിക്കൽ അടുപ്പമാണ്. പ്രോക്സിമിക്സിൽ വരുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ സ്പേസ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് നമ്മുടെ എത്രത്തോളം അടുത്ത് വരാൻ പറ്റും? നമുക്ക് തീർത്തും അറിയാൻ വയ്യാത്ത ഒരാളാണെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു കയ്യകലത്തിൽ നിൽക്കുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രോക്സിമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, 2 പേര് തമ്മിൽ ഇടുന്ന ഒരു ഡിസ്റ്റൻസ് ആണ്. തീർത്തും അന്യരാണെങ്കിൽ കുറച്ച് ദൂരം പാലിച്ചേ നിൽക്കുകയുള്ളൂ. വളരെ അറിയാവുന്നവരാണെങ്കിൽ വളരെ അടുത്ത് നിൽക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ കൊടുക്കുന്നൊരു സ്പേസ് ഉണ്ടാവും, അതെത്രയാണ്? അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രോക്സിമിക്സിൽ വരുന്നത്. ഓക്യുലിസിസ് എന്ന് പറയുന്നത് ഐ മൂവ്മെൻറ്റ്സ് ആണ്. ഐ മൂവ്മെൻറ്റ്സ് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ബ്ലിങ്കിങ് അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്റ്റ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. ഐ കോണ്ടാക്റ്റ് തന്നില്ല, കണ്ണിൽ നോക്കാതെയാണ് സംസാരിക്കുന്നത്, കള്ളമായിരിക്കും പറയുന്നത്. അതൊക്കെ എന്താണ്? നിങ്ങൾ ഓക്യുലിസിസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഓക്യുലിസിസ് ആണ് നിങ്ങൾ അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ഹാപ്റ്റിക്സ് ടച്ച് കമ്മ്യൂണിക്കേഷനാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ടച്ച് കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. ഇവിടെ എന്ത് ടൈപ്പ് ഓഫ് ടച്ചാണ്? ഒരു സിമ്പതി അല്ലെ അഫെക്ഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ടച്ചാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് അപ്പിയറൻസ് ആണ്. ഒരു വ്യക്തി നല്ല രീതിക്കാണോ അപ്പിയർ ചെയ്യുന്നത്, ചീത്ത രീതിക്കാണോ അപ്പിയർ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് വായിച്ചെടുക്കില്ല. അയാൾ എന്ത് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് എന്നൊക്കെ വെച്ചിട്ട്. അതിപ്പോൾ ശരിയാവാം, തെറ്റായിരിക്കാം. പക്ഷെങ്കിൽ അപ്പിയറൻസും പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ വരുന്നതാണ് ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളാണ്. ഒരു വ്യക്തിയായിട്ട് അറ്റാച്ച് ചെയ്ത് അല്ലെ അയാളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സാധനങ്ങളാണ്. അത് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി തരും. ഈ കേസിൽ ഈ വ്യക്തി ഒരു ഡോക്ടറാണെന്നുള്ളത് നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ അയാളുടെ ഈ സ്റ്റെത്തസ്കോപ്പും ഈ വൈറ്റ് കോട്ടും ഇത് രണ്ടും ഇവിടെ ആർട്ടിഫാക്ട്സ് ആണ്. ഇത് രണ്ടും കണ്ട് നിങ്ങൾ മനസ്സിലാക്കി ഇതൊരു ഡോക്ടറാണെന്നുള്ളത്. ഓക്കെ, പിന്നെ വരുന്നത് ക്രോണമിക്സ് ആണ്. ക്രോണമിക്സ് ഇസ് ദ റോൾ ഓഫ് ടൈം. സമയത്തിന് വരുന്ന ഒരാൾ നമുക്ക് അയാളെപ്പറ്റി പൊതുവേ പങ്ക്ച്വലാണ്, അപ്പം ഒരു പോസിറ്റീവ് ഇമേജാണ് വരുന്നത്. ഒരാൾ ലേറ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അയാളെപ്പറ്റി പൊതുവേ നമുക്കൊരു നെഗറ്റീവ് ഇമേജാണ് വരുന്നത്. അതൊക്കെ ക്രോണമിക്സ് ആണ്, അതായത് റോൾ ഓഫ് ടൈം ഇൻ കമ്മ്യൂണിക്കേഷൻ. പിന്നെ വരുന്നത് ജെനറ്റിക്സ് ആണ്. അഗൈൻ ഒരു വ്യക്തിയെ കാണാൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് വെച്ചിട്ട് പല കാര്യങ്ങളും നമുക്ക് കമ്മ്യൂണിക്കേറ്റഡ് ആവും. സ്കിൻ കളർ വെച്ചിട്ട് പലപ്പോഴും നമ്മൾ ആ വ്യക്തി എവിടെ നിന്ന് വരുന്ന ആളാണ് അല്ലെങ്കിൽ അയാളുടെ എത്നിസിറ്റിയൊക്കെ ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് ജെനറ്റിക്സ്. ഓക്കെ, സോ ജെസ്റ്റേഴ്സ്, പാരാലിംഗ്വിസ്റ്റിക്സ് അല്ലെങ്കിൽ വോക്കൽസ് എന്ന് പറയുന്നത് നമ്മളുടെ സൗണ്ട്, അതിൻ്റെ ടോണ്, പിച്ച്, ലൗഡ്നെസ് പോലത്തെ കാര്യങ്ങളാണ്. കൈനസിക്സ് നമ്മുടെ ബോഡി പോസ്ചറും കാര്യങ്ങളാണ്. പ്രോക്സിമിക്സ് ഒരാളുടെ പേഴ്സണൽ സ്പേസ്, എത്രത്തോളം ആ വ്യക്തി അയാളുടെ ചുറ്റും സ്പേസ് വിടുന്നു എന്നുള്ളത്.
ഓക്യുലിസിസ് ഐ മൂവ്മെൻറ്റ്സ് ആണ്. നിങ്ങൾ ഈ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ദിസ് പേഴ്സൺ, ഇയാൾ കുറച്ച് സാഡാണ്, ഇയാളും സാഡാണ്, ലൈക്ക് ദെയർ ഐസ് ആർ ഗിവിങ് ഇറ്റ് ഔട്ട് അല്ലേ. കണ്ണ് കണ്ടാൽ നമുക്ക് ഒരുപാട് മനസ്സിലാവുന്നുണ്ട് അവർ വിഷമിച്ചാണ് നിൽക്കുന്നതെന്നൊക്കെ ഉള്ളത്. പിന്നെ ഹാപ്റ്റിക്സ് ആണ്. ഹാപ്റ്റിക്സ് എന്താണ്? ടച്ച് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഹാപ്റ്റിക്സ്. അപ്പിയറൻസ്, ഒരാളെ കാണാൻ വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യുന്നു. അഗെയിൻ ഇവിടെ അത് തന്നെയുണ്ട്, ആർട്ടിഫാക്ട്സ് ഉണ്ട്. ഇവിടെ സ്റ്റെത്തസ്കോപ്പും കോട്ടും കണ്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത് ഡോക്ടറാണെന്നുള്ളത്. പിന്നെ ക്രോണമിക്സ് ഇസ് ദ റോൾ ഓഫ് ടൈം. ജനറ്റിക്സ്, ഒരു വ്യക്തിയുടെ ജനറ്റിക്സ് വെച്ചിട്ട് ആൾ കാണാതിരിക്കുന്ന വെച്ചിട്ട് ആൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്നല്ലേ, എവിടെ നിന്ന് വന്നതെന്നൊക്കെ നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കുന്നത് ജനറ്റിക്സ് ആണ്. കമ്മ്യൂണിക്കേഷനിൽ ബാരിയേഴ്സ് ഉണ്ട്. ഫാക്ടേഴ്സ് ദാറ്റ് കം ഇൻ ദ വേ ഓഫ് സ്മൂത്ത് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് സുഗമമായി ആശയവിനിമയം ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് വരുന്ന തടസ്സങ്ങളെയാണ് ബാരിയേഴ്സ് എന്ന് വിളിക്കുന്നത്. ബാരിയേഴ്സ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തടസ്സം എന്ന് തന്നെയാണ്. സോ ഈ കോണ്ടെക്സ്റ്റിൽ നമുക്ക് സുഗമമായ ആശയവിനിമയത്തിന് തടസ്സം വെക്കുന്ന കാര്യങ്ങളെയാണ് ബാരിയേഴ്സ് എന്ന് വിളിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് എ ഫിസിക്കൽ ബാരിയർ. ഫിസിക്കൽ ബാരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി ഒരു ബാരിയർ പ്രസൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, മതിലുകൾ എന്നുള്ള സിനിമയിൽ മമ്മൂട്ടി അപ്പുറത്ത്, ഐ തിങ്ക് KPSCയിലുള്ളത് ഞാൻ തോന്നുന്നു, അപ്പുറത്ത് ആ പുള്ളിക്കാരത്തിയോട് സംസാരിക്കുമ്പോൾ ദർ ഇസ് എ വോൾ ഇൻ ബിറ്റ്വീൻ. അവർ രണ്ടുപേരുടെ ഇടയ്ക്കൊരു ഭിത്തിയുണ്ട്. അതെന്താണ്? അതൊരു ഫിസിക്കൽ ബാരിയറാണ് അവർക്ക് സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ ഫോണുണ്ട്, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഇപ്പോൾ പുവറായിട്ടുള്ള എന്തെങ്കിലും ഒരാളുടെ ഫോൺ അത്ര പോരാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പുവർ ടെക്നോളജി. അപ്പം എന്താണ്? അതും ഒരു ഫിസിക്കൽ ബാരിയറാണ്. ഓക്കെ, അതൊക്കെയാണ് ഫിസിക്കൽ ബാരിയേഴ്സ് വരുന്നത്. പിന്നെ വരുന്നത് സിസ്റ്റംസ് ഡിസൈൻ ആണ്. അതൊരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുക. ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ പ്രോപ്പറായിട്ട് ഫോം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വേണം എന്നുള്ളതിനെ പറ്റി ആ ഓർഗനൈസേഷനിൽ വ്യക്തമായ ധാരണ മുകളിലുള്ളവർക്കോ താഴെയുള്ളവർക്കോ ആർക്കെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ സിസ്റ്റമിക് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് വരുന്നത്. അതായത് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പുവറായിട്ടുള്ള രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ പുവർ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേഷന് ഒരു ബാരിയറാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യണം, നിങ്ങൾക്ക് പല റിപ്പോർട്ടിംഗ് ഓഫീസേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയില്ല ആരോട് എന്താ പറയേണ്ടതെന്ന്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സിസ്റ്റംസ് ഡിസൈൻ. ആറ്റിറ്റ്യൂഡിനൽ ബാരിയർ. ആറ്റിറ്റ്യൂഡിനൽ ബാരിയറിൽ പൊതുവെ ഒരു വ്യക്തിക്ക് അയാളുടെ ആറ്റിറ്റ്യൂഡേ നെഗറ്റീവ് ആയിരിക്കും. പൊതുവെ ആ ഒരു വ്യക്തിക്ക് ഇൻഫർമേഷൻ അവളുടെ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടി ആ വ്യക്തി പല കാരണങ്ങൾ കൊണ്ടും തയ്യാറാവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ആ വ്യക്തി മോട്ടിവേറ്റഡ് ആയിരിക്കത്തില്ല, അവന് ജോലി ചെയ്യാൻ ഒരു താല്പര്യവുമില്ല, അവനോട് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. അതൊരു തരം ആറ്റിറ്റ്യൂഡിനൽ ബാരിയറാണ്. പിന്നെ ഒന്ന് ഡിസാറ്റിസ്ഫാക്ഷനാണ്. ഒട്ടും തൃപ്തിയില്ലാത്ത അവസ്ഥ. തീർത്തും തൃപ്തിയില്ലാത്തൊരു എംപ്ലോയിയോട് പോയിട്ട് ഇന്ന കാര്യമല്ല വേറൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്രത്തോളം ആ വ്യക്തിയിലേക്ക് ആ കാര്യം പോകും. പലപ്പോഴും ആക്റ്റീവായിട്ടും പ്രൊആക്റ്റീവായിട്ടും വർക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ പ്രൊആക്റ്റീവ് ആക്റ്റീവ് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നേരത്തെ പറഞ്ഞിരുന്നു. ആക്റ്റീവിനെക്കാട്ടി ഒരുപടി മുകളിലാണ് പ്രൊആക്റ്റീവ്. പ്രശ്നം വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യുന്നതല്ല, പ്രശ്നം വരാതെ നോക്കുന്നതാണ് പ്രൊആക്റ്റീവ്. സോ പ്രൊആക്റ്റീവായിട്ടൊക്കെ ബിഹേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, മോട്ടിവേറ്റഡ് ആയിരിക്കണം. അതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ് വരും. പിന്നെ വരുന്നത് ആംബിഗ്യൂറ്റിയാണ്. നമ്മുടെ സംസാരത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന കൺഫ്യൂഷനുകൾ, മറ്റേ വ്യക്തിക്ക് എന്തെങ്കിലും മനസ്സിലാവാതെ വരുന്ന അവസ്ഥയാണ് ആംബിഗ്യൂറ്റി എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ എബിലിറ്റീസ്. പിന്നെ ഓരോ വ്യക്തിയുടെ കഴിവ് പോലെ ഇരിക്കും. മുന്നിൽ നിൽക്കുന്ന ആൾക്ക് നമ്മൾ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് ഇല്ല എന്നുള്ളത്. ആ വ്യക്തിക്ക് ചിലപ്പോൾ നമ്മൾ പറയുന്ന ഭാഷ അത്ര കംഫർട്ടബിൾ ആവണമെന്നില്ല, ചിലപ്പോൾ നമ്മൾ പറയുന്ന പല വാക്കുകളും ആ വ്യക്തിക്ക് മനസ്സിലാവണമെന്നില്ല. അതൊക്കെ ആ വ്യക്തിക്ക് ആ എബിലിറ്റീസിൻ്റെ കുറവ് കൊണ്ട് വരുന്നതാണ്, ആ വ്യക്തിഗതമായ കഴിവുകളുടെ വ്യത്യാസങ്ങൾ കൊണ്ട് വരുന്നതാണ്. പിന്നെ വരുന്നത് ജെൻഡർ ബാരിയേഴ്സാണ്. അത് പൊതുവെ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഡിഫറൻസുകൾ കൊണ്ട് വരുന്ന കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സാണ്. ഫിയർ ഓഫ് ബീയിങ് ക്രിട്ടിസൈസ്ഡ്. നമ്മളെ ആരെങ്കിലും കുറ്റം പറയാനുള്ള പേടി കൊണ്ട് നമ്മൾ സംസാരിക്കാതിരിക്കില്ലേ പല സാഹചര്യങ്ങളിലും, അതാണ് ഫിയർ ഓഫ് ബീയിങ് ക്രിട്ടിസൈസ്ഡ്. പിന്നെ ഉള്ളത് ഫിസിയോളജിക്കൽ ബാരിയറാണ്. അതായത് നമുക്ക് ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ കൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, പുവറായിട്ടുള്ള, ശരിക്കും കാണാൻ പറ്റുന്നില്ല, ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ല, ഇതും കമ്മ്യൂണിക്കേഷന് ബാരിയേഴ്സാണ്. പിന്നെ വരുന്നത് ബൈപ്പാസിംഗ് ആണ്. ബൈപ്പാസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി പറയുന്നതാവില്ല വേറൊരു വ്യക്തി, സോറി ഞാനിവിടെ ഒരു 3 ഇമേജസ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പറയാൻ മറന്നുപോയി. ഈ ഒരു കേസിൽ നമ്മൾ ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ മോർ ഓഫ് ലൈക്ക് എന്താണ് വേണമെങ്കിൽ നമുക്ക് പറയാം, ഫിയർ ഓഫ് ബീയിങ് ക്രിട്ടിസൈസ്ഡ്. അവർ നമ്മളെ കളിയാക്കുമോ എന്നുള്ള പേടി കൊണ്ട് ഇവനിങ്ങനെ ഷൈ ആയിട്ട് എംബാരസ്ഡ് ആയിട്ട് ഇപ്പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ മേ ബി ഇവനെ കാണുന്നില്ല. ആ ഒരു സ്ഥിതിയിൽ ഇതെന്താണ്? ഇതൊരു ഫിസിക്കൽ ബാരിയറാണ് ഇവൻ്റെ പുറകിലുള്ളത്.
ഇതെന്താണ് ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല എന്താ പറയുന്നത്, എന്തോ മറ്റേ ആൾ പറഞ്ഞതിൽ അവന് സംഭവിച്ചത് എന്താണ്, ആംബിഗ്യൂറ്റിയാണ്, കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ. പിന്നെ ആറ്റിറ്റ്യൂഡിനൽ ബാരിയർ ആവാം, മറ്റേ ആൾ കൈകെട്ടി, ഈ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, തീർത്തും കൈകെട്ടി ഇങ്ങനെ ഇല്ല വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. സോ യാ, അടുത്തതിലോട്ട് പോവാം. ബൈപ്പാസിങ് ആണ്. ബൈപ്പാസിങ് ഇസ് വെൻ നമ്മൾ പറയുന്ന അർത്ഥത്തിലാവില്ല റിസീവർ ആ മെസ്സേജ് ഡീകോഡ് ചെയ്യുന്നത്. അതായത് എന്നോട് നിങ്ങളൊരു കാര്യം പറഞ്ഞു, പക്ഷേ എനിക്കത് വേറെന്തോ മനസ്സിലായത്, അതിനെയാണ് ബൈപ്പാസിങ് എന്ന് പറയുന്നത്. സിമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കിന് തന്നെ പല മീനിങ് ഉണ്ടായിന്ന് വരും. സോ അങ്ങനെയുള്ള കേസുകളിൽ വരുന്ന കൺഫ്യൂഷനാണ്. ഒരേ വാക്കിന് രണ്ടർത്ഥം വരുന്ന കേസുകളിൽ നിങ്ങൾക്ക് തെറ്റിദ്ധാരണകൾ വരുന്നതിനെയാണ് സിമാൻറ്റിക് ബാരിയർ എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് റിജിഡിറ്റി ആണ്. റിജിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ നിൽക്കും. ഇപ്പോൾ ഒരു തർക്കം നടക്കുന്ന സമയത്താണെങ്കിലും പൊതുവെ നമ്മൾ പറയുന്നത് ശരിയാണ് എന്ന് നമ്മുടെ മനസ്സിലൊരു പ്രീസെറ്റ് നോഷൻ കാണുമല്ലോ. അപ്പം നമ്മളെന്താണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മാത്രമേ കേൾക്കൂ, മറ്റേ ആൾ എന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കില്ല. അതിനെയൊക്കെ നമുക്ക് റിജിഡിറ്റിയിൽ പെടുത്താം. ഒരുതരം നിർബന്ധ ബുദ്ധി അല്ലെങ്കിൽ വാശി കൊണ്ട് വരുന്ന കമ്മ്യൂണിക്കേഷൻ ബാരിയറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ വ്യക്തി പറയുന്നതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലായെന്ന് വരില്ല. പിന്നെയുള്ള ഐഡിയോളജിക്കൽ ബാരിയറാണ്. അഗെയിൻ ഈ റിജിഡിറ്റിയുടെ വേറൊരു ഫോമായിട്ട് തന്നെ നമുക്ക് എന്നെ കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ സോഷ്യൽ പൊളിറ്റിക്കൽ റിലീജിയസ് വ്യൂസ്, സ്പെല്ലിംഗ് തെറ്റാണ്, സോഷ്യൽ പൊളിറ്റിക്കൽ റിലീജിയസ് വ്യൂസ്. ഫോർ എക്സാമ്പിൾ റിലീജിയൻ ബേസ്ഡ് ആയിട്ട്, ഇപ്പം ഒരു റിലീജിയനിൽ ഒരു കാര്യം ശരിയാണെങ്കിൽ അത് വേറൊരു റിലീജിയൻ ചിലപ്പോൾ തെറ്റായിരിക്കും. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങൾ അവർ സംസാരിച്ച് കഴിയുമ്പോൾ പലപ്പോഴും അവിടെ ഒരു റിജിഡിറ്റി ഉണ്ട്. രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ ചിലപ്പോൾ രണ്ടുപേരും തയ്യാറായില്ല എന്ന് വരും. അത് ഐഡിയോളജിക്കൽ ബാരിയറാണ്. അത് ഐഡിയോളജിക്കൽ ബാരിയറുമാണ്, റിജിഡിറ്റിയാണ്. ഓക്കെ. ഹേലോ എഫക്റ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഹേലോ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ നല്ല സ്വഭാവ ഗുണമുള്ള ഒരു വ്യക്തി, അപ്പം നിങ്ങൾക്ക് തോന്നും ഓ ഇവൻ എന്ന് സമയത്തിന് വരുന്നവനാണ്, അപ്പോൾ ഇവൻ ജോലിയുടെ കാര്യത്തിൽ ഇവൻ നല്ല മിടുക്കനായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതൊരു ഹേലോ എഫക്റ്റ്. അതായത് ഒരു വ്യക്തി, ഓക്കെ, ഹേലോ എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹേലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാലാഖമാരുടെയൊക്കെ തലയ്ക്ക് ചുറ്റും ഇങ്ങനൊരു വലയം കാണത്തില്ലേ, ഇങ്ങനൊരു പ്രഭാവലയം, അതിനെയാണ് നമ്മൾ ഹെയ്ലോ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. സോ ഹെയ്ലോ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി വെച്ചിട്ട് അവനെ നമ്മൾ മൊത്തത്തിലങ്ങ് വൈറ്റ് വാഷ് ചെയ്യുകയാണ്, അങ്ങ് മൊത്തത്തിൽ മാലാഖയാക്കുകയാണ്, അവൻ മൊത്തത്തിൽ നല്ലതാണെന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നതിനാണ് ഹെയ്ലോ എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു തരം ജനറലൈസേഷനാണ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ യുവർ അറ്റൻഡൻസ് ഇസ് ഗുഡ്, സോ യുവർ പെർഫോമൻസ് വിൽ ഓൾസോ ബി ഗുഡ്. നീ ഈ കാര്യത്തിൽ നല്ല, അപ്പം നീ മൊത്തത്തിൽ നല്ലതായിരിക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഹെയ്ലോ എഫക്റ്റ്. ഇത് കണ്ടോ, രണ്ടുപേരും പിണങ്ങി നിൽക്കുന്നത്, ദാറ്റ് ഈസ് റിജിഡിറ്റി. അവർ നല്ല വാശിയിലാണ്, ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, കേൾക്കത്തില്ല. ഓക്കെ, ദാറ്റ് ഈസ് റിജിഡിറ്റി. ഇനി വരുന്നത് സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്. സ്റ്റീരിയോ ടൈപ്പിങ്ങിൽ പൊതുവേ നമ്മളൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു ഫീച്ചറൊക്കെ വെച്ചിട്ട് മൊത്തത്തിൽ നമ്മൾ ജഡ്ജ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തി ഇട്ടേക്കുന്നത് ഷാബി ക്ലോത്ത്സ് ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അയാളുടെ ഗ്രൂപ്പിനെ, അയാൾ വരുന്ന മൊത്തം ഒരു ഗ്രൂപ്പ് കാണും, അതിനെ മൊത്തത്തിൽ ജഡ്ജ് ചെയ്യുന്നതിനെയാണ് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. യാ, സോ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ടേംസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ജെസ്റ്റർ, പാരാലിംഗ്വിസ്റ്റിക്, കൈനസിക്സ്, പ്രോക്സിമിക്സ്, ഓക്യുലിസിസ്, ഹാപ്റ്റിക്സ്, അപ്പിയറൻസ്, ആർട്ടിഫാക്ട്സ്, ക്രോമിക്സ്, ജെനറ്റിക്സ്. പിന്നെ ഫിസിക്കൽ ബാരിയേഴ്സ് നമ്മൾ പറഞ്ഞു, ഫിസിക്കലായിട്ടുള്ളൊരു ബാരിയറാണ് സിസ്റ്റംസ് ഡിസൈൻ. സിസ്റ്റത്തിൽ വരുന്ന ഡിസൈനിങ്ങിൻ്റെ പ്രോബ്ലമാണ്, റിപ്പോർട്ടിംഗ് റിലേഷനൊന്നും പ്രോപ്പറായി വരില്ല. ആറ്റിറ്റ്യൂഡിനൽ ബാരിയർ, ആംബിഗ്വിറ്റി കൺഫ്യൂഷൻ നമ്മൾ പറഞ്ഞു. ഇൻഡിവിജ്വൽ എബിലിറ്റീസ്, വ്യക്തിഗതമായ കഴിവുകളുടെ വ്യത്യാസം. ജെൻഡർ ബാരിയേഴ്സ്, ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ബാരിയേഴ്സ്. ഫിയർ ഓഫ് ബീങ് ക്രിട്ടിസൈസ്ഡ്. ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, നമ്മുടെ ശാരീരികപരമായ അസ്വാസ്ഥ്യങ്ങൾ. ബൈപ്പാസിങ് നമ്മൾ പറയുന്നതായിരിക്കില്ല മറ്റേയൊക്കെ മനസ്സിലാവുക. സിമാൻറ്റിക്സ് വരുമ്പോൾ ഒരേ അർത്ഥമുള്ള പല അർത്ഥമുള്ള ഒരു വാക്കായിരിക്കും, മറ്റേ അർത്ഥത്തിലായിരിക്കും അത് മനസ്സിലാക്കിയത്, അതിനെയാണ് സിമാൻറ്റിക്സ് എന്ന് പറയുന്നത്. റിജിഡിറ്റി, ഒരൊറ്റ സ്റ്റാൻഡിൽ വാശിക്ക് ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നതാണ് റിജിഡിറ്റി. ഐഡിയോളജിക്കൽ ബാരിയർ, ആശയപരമായ വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ മറ്റേ ആൾ പറയുന്നത് നമുക്ക് പലപ്പോഴും മനസ്സിലായെന്ന് വരില്ല. പിന്നെ വരുന്നത് ഹെയ്ലോ ഇഫക്റ്റ് ആണ്. ഹെയ്ലോ ഞാൻ പറഞ്ഞു, മാലാഖമാരുടെ തലയ്ക്ക് ചുറ്റുമുള്ള പ്രഭാവലയാണ്. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു, മൊത്തത്തിൽ ആ വ്യക്തി ഇപ്പോൾ പുണ്യാളനാണ്. ഓക്കെ, അതിനെയാണ് ഹെയ്ലോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തിയെ ബേസ് ചെയ്തിട്ട് മൊത്തം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനൊക്കെ ജഡ്ജ് ചെയ്യുന്നതിനെയാണ് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ,
സോ ഇതാണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഇത് വെച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പോർഷൻ കവർ ചെയ്തു. അഡ്മിനിസ്ട്രേഷൻ, പ്രിൻസിപ്പൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അണ്ടറിൽ വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. സോ നിങ്ങൾ ലെക്ചേഴ്സ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ കമൻസ് ഇടുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഒരുപാട് പേരും അങ്ങനെ കമൻസ് ഒന്നും ഇടാറില്ല. സോ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.